നമസ്കാരം. അഘോര വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അസ്ട്രോളജർ പ്രദീപ്. ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നൊരു വിഷയം എന്താ വെച്ചാൽ, ഈ ചാത്തൻ സേവയെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ട് ഇടങ്ങളിലൊക്കെ ചെന്ന് ചാടി വളരെയധികം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിട്ടിട്ട് ഇരിക്കുന്നൊരവസ്ഥയാണ്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ആകെ തകർന്ന് അടിഞ്ഞ് ഒരു ജീവിതം നയിച്ചു പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടായത്. അപ്പോൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ നമ്മളിത് ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു അനുഭവത്തിലൂടെ തന്നെയാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ യാതൊരു ഒക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അനുഭവത്തിലൂടെ വന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് ഈ സേവയൊക്കെ തുടങ്ങി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തുടങ്ങി വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ട് ജീവിതം ഒരു കഷ്ടത്തിലേക്ക് പോയിട്ട് അവർ സാമ്പത്തികമായിട്ടൊക്കെ തകർന്നൊടിഞ്ഞ് ഉള്ള ധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഇത് അങ്ങനെ പറയാനുള്ളൊരു അവസരം എന്താ വെച്ചാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി ധാരാളം മന്ത്രങ്ങൾ, ഈ ചാത്തൻ്റെ മന്ത്രങ്ങൾ, ആ മന്ത്രങ്ങൾ, ഈ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ധാരാളം മന്ത്രങ്ങൾ പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളിത് കാണുന്ന നിങ്ങളുടെ ശ്രദ്ധയിലും ധാരാളം മന്ത്രങ്ങൾ പെട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് അതിലൊക്കെ പറയുന്നത് അവർ മന്ത്രങ്ങൾ നിങ്ങൾ ഇന്ന് ജപിച്ചു കഴിഞ്ഞാൽ നാളേക്ക് നിങ്ങൾക്ക് ധനം കുമിഞ്ഞു കൂടും, ആൾക്കാരെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വ്യൂസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരുടെ ഏണിങ്സ് കൂടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു തന്ത്രം പോലെയാണ് അത് തോന്നിയത്. കാരണം ഒരിക്കലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരിക്കലും ഒരു ധനം കുമിഞ്ഞു കൂടില്ല. ധനം കുമിഞ്ഞു കൂടണമെങ്കിൽ നമ്മൾ ജോലി ചെയ്തേ പറ്റൂ. ജോലി ചെയ്യാണ്ട് ഒരു ധനം കുമിഞ്ഞു കൂടില്ല. ഒരു ചാത്തനും കൂട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള ദേവതകളെ ഇവിടെ മന്ത്രം ജപിച്ചാലും കൂടില്ല. അതിനൊക്കെ നമ്മൾ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ പണിക്ക് പോകണം. അങ്ങനെ പോയാൽ തന്നെ നമ്മുടെ വീട്ടിൽ ധനം ഉണ്ടാവുള്ളൂ, നമ്മളെ വീടും കഷ്ടപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് ചാത്തൻ സേവ അല്ലെങ്കിൽ മറ്റുള്ള സേവകൾ എന്നൊക്കെ പറഞ്ഞ് ഈ ധാരാളം മന്ത്രം നമ്മൾ പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇഷ്ടംമാതിരി മന്ത്രങ്ങൾ എടുത്ത് ധാരാളം ആൾക്കാർ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ നമുക്ക് അപകടങ്ങളിലേക്കും അബദ്ധത്തിലേക്കും ചെന്ന് ചാടി എല്ലാം കൊണ്ട് നശിച്ച അവസ്ഥയിലേക്ക് നമ്മൾ പോവുള്ളൂ. ഒരിക്കലും നമ്മൾ ഇതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. കാരണം ഈ മന്ത്രങ്ങളൊന്നും പൂർണ്ണത ഉണ്ടാവില്ല. ഒരു മന്ത്രം പൂർണ്ണമായിട്ട് ഫലിച്ച മന്ത്രങ്ങൾ ആരും തന്നെ പോസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ, എനിക്ക് കിട്ടിയൊരു അനുഭവമുള്ള മന്ത്രം ഞാൻ ഒരിക്കലും, എനിക്ക് നല്ല അനുഭവം കിട്ടിയൊരു മന്ത്രമാണെങ്കിൽ ഒരിക്കലും ഞാൻ ആ മന്ത്രം പോസ്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ സത്യം മനസ്സിലാക്കുക. എന്നാൽ സത്യം നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ധാരാളം മന്ത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അത് നോക്കിയിട്ട് അല്ലെങ്കിൽ വല്ല കുറച്ച് ബുക്ക് വാങ്ങിച്ചിട്ടും ഒക്കെയാണ് ആൾക്കാർ ഇത് ജപിച്ചിട്ട് പോണത്. അങ്ങനെ ജപിച്ച് പോകുമ്പോൾ ഇവർക്ക് എന്താ അതിൻ്റെ വിഷയം എന്ന് വരുന്നത് വെച്ചാൽ, പലർക്കും പല അനുഭവങ്ങളായിരിക്കും വരിക. ചിലർക്ക് പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടാവില്ല, അവരുടെ സമയവും ജീവിതവും അതിനുവേണ്ടി പാഴാവുമെന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് അതല്ല, പല ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും, മാനസികമായ ബുദ്ധിമുട്ടുകൾ വരും, സാമ്പത്തികമായ നഷ്ടങ്ങൾ വരും. സാമ്പത്തികമുള്ളവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വരും. പെട്ടെന്ന് ഉള്ള ബിസിനസ്സുകളൊക്കെ തകർന്നൊടിയാൻ തുടങ്ങും. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ആ ബിസിനസ് പരാജയത്തിലേക്ക് ദിനം പ്രതി പോയിക്കൊണ്ടിരിക്കും. തിരിച്ച് ജോലിയുള്ള ആളാണെങ്കിൽ അയാളുടെ ജോലി പെട്ടെന്ന് താളം തെറ്റി ജോലി ഇല്ലാണ്ടാവുന്ന അവസ്ഥ വരിക. ഇനി ഏതെങ്കിലും ഒരു പഠനത്തിൽ മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ പിന്നെ പഠിക്കാൻ കഴിയാണ്ട് വരിക, പഠിച്ചത് മനസ്സിൽ നിൽക്കാണ്ട് വരിക, ഓർമ്മയിൽ വരാണ്ട് വരിക, ആവശ്യ സമയത്തൊന്നും ഓർമ്മയിൽ വരാതെ വരിക. ശരീരത്തിന് വേദനകൾ, പല സൈഡിലുള്ള വേദനകൾ, പുറം വേദനകൾ, ജപിക്കുമ്പോൾ ഉറക്കം വരിക, കോട്ടുവായ ഇടുക, അല്ലെങ്കിൽ ഒരു തൂക്കം വരിക. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ദിനം പ്രതി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും ഇവർ നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന ചിന്തയിൽ ഇത് ജപിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു കാര്യം ഇവിടെ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ, ഒരിക്കലും
പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ആരുടെയും ഒരു മന്ത്രം കിട്ടിയോണ്ട് ഒരു യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നോ ഒരു മന്ത്രം കിട്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ജപിക്കരുത് എന്നൊരു അഭിപ്രായം, ഒന്നൊരു അപേക്ഷ പോലെ പറയുകയാണ്. ജപിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിനെ ആർക്കും തടയാനൊന്നും പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ഒരു സ്വന്തം മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് അത് തന്നെ നടക്കുകയുള്ളൂ. ഒരിക്കലും മറ്റുള്ളവർക്കൊക്കെ വേണോ വേണ്ടോ എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ കഴിയുന്നതും അത് ജപിക്കാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരും എന്നൊക്കെ ചിലവർ കമന്റിൽ ഇട്ടുണ്ടാകില്ല. കമന്റ് എന്ത് വേണമെങ്കിൽ ഇട്ടോളൂ, അത് കുഴപ്പമില്ല. കമന്റിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇടാം, അത് നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, അതൊന്നും തടയാൻ ആർക്കും കഴിയില്ല. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഒരു അപേക്ഷ പോലെ എടുത്തിട്ട് കാണുക. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു മന്ത്രം ജപിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ മന്ത്രം ജപിക്കണം, അത് ചാത്തനെന്നല്ല ആരുടെ ആയാലും ഒരു മന്ത്രം ജപിക്കരുത്. ഇവിടെ ആ ഒരു മന്ത്രം ഉപദേശമില്ലാതെ ജപിക്കാനുള്ള ആകെ മന്ത്രം പറയുന്നത്, മിക്കവാറും മന്ത്രങ്ങളിൽ പറയുന്നത് ഒരു പഞ്ചാക്ഷര മന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു അഷ്ടാക്ഷര മന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു ദുർഗാദേവി ശരണമഹം പ്രപത്തി എന്ന് പറയുന്ന മന്ത്രവും ജപിക്കുക എന്ന് പറയുന്നുണ്ട്. ഓം നമോ നാരായണായ, ഓം നമഃശിവായ എന്ന ഈ 3 മന്ത്രങ്ങളും ഗുരുപദേശം വേണ്ട എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റുള്ള എല്ലാ മന്ത്രങ്ങളും ഒരു ഗുരുപദേശം ഇല്ലാതെ ജപിക്കരുത്. ഇത്രയും പറഞ്ഞു വന്നെന്താ വെച്ചാൽ, ഒരു ഗുരു വേണം എന്തിനും. ഗുരു നമ്മളെക്കാട്ടും ചെറിയ ആളായിക്കോട്ടെ, വലിയ ആളായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു ഗുരുസ്ഥാനം ഒഴിച്ചിടരുത്. ഗുരു എന്തായാലും നിർബന്ധമാണ്. ദേവനേക്കാളും മുന്നേ നമുക്ക് ഗുരു വേണം. ഗുരു ഇല്ലാതെ ദേവൻ വഴങ്ങില്ല നമുക്ക്. അതിപ്പോ ഇവിടെ വിഷയം ചാത്തന്റെ മന്ത്രത്തെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. തപോബലം അല്ലെങ്കിൽ നമ്മുടെ സേവാബലം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ചാത്തൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇന്നൊരു വിൽപ്പന ചരക്കാണ്. കാരണം ആൾക്കാർക്ക് പൈസ കൊടുത്താൽ ചാത്തനെ കിട്ടും എന്നാണ് പറയുന്നത്. ചാത്തനെ ആരും കൊടുക്കാനും കഴിയില്ല. ചാത്തൻ ഒരാളുടെ സ്വന്തമായ സ്വത്തുമല്ല, അതൊരു പ്രകൃതി ശക്തിയാണ്, അല്ലേ? അതൊരു പ്രകൃതി ശക്തിയാണത്. അല്ലാണ്ട് ചാത്തൻ ആരുടെയും സ്വന്തം സ്വത്തല്ല. ചാത്തൻ നല്ല ആരുടെയും സ്വന്തം സ്വത്തല്ല. അപ്പോൾ ആരും തറവാട്ട് സ്വത്തല്ല അത്. അപ്പം അതുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങിക്കാനൊന്നും ആർക്കും കിട്ടില്ല. ഒരിക്കലും ഒരാളൊന്നും വാങ്ങിച്ച് കൊണ്ടുവരാനും പറ്റില്ല. അപ്പം അങ്ങനെയൊന്നും ധരിക്കരുത്, തെറ്റായ ധാരണയാണത്. അപ്പം അത് നമ്മൾ എങ്ങനെയാണോ ചാത്തനോട്, സ്വാമിയോട് എങ്ങനെയാണോ നമുക്ക് വേണ്ടത്, നമുക്ക് സ്നേഹമാണ് വേണ്ടത് സ്വാമിയോട്, നമുക്ക് സ്വാമിയോട് പ്രേമമാണ് വേണ്ടത്. സ്വാമിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, സ്വാമിക്ക് ഇഷ്ടങ്ങളാണ്. സ്വാമിയോട് നമുക്ക് സ്നേഹം വേണം. അത്ര ഭക്തി നമുക്ക് സ്നേഹം ഉണ്ടായാൽ മാത്രമേ സ്വാമി നമ്മളോട് കൂടെ ഉണ്ടാവുകയുള്ളൂ. അത്ര ഇഷ്ടം. നമ്മൾ എങ്ങനെയാണ് സ്വാമിനെ കാണുന്നത്, അനിയനായിട്ടോ കുട്ടിയായിട്ടോ ആരായിട്ടോ നമുക്ക് കാണാം സ്വാമിനെ. അത് നമുക്ക് അദ്ദേഹത്തോട് നമുക്ക് വേണ്ടത് നല്ല പ്രേമമാണ്, ഇഷ്ടമാണ് വേണ്ടത്. അതേപോലെ നമ്മളോടും അദ്ദേഹം നമ്മളെ എങ്ങനെ പെരുമാറുന്നു അതേപോലെ അദ്ദേഹം നമ്മളോടും പെരുമാറും. നമ്മളൊപ്പം ഉണ്ടാവും. കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ നമ്മളൊപ്പം ഉണ്ടാവും. അതിന് നമുക്ക് ആത്മാർത്ഥമായ ഭക്തിയാണ് വേണ്ടത്, പ്രേമമാണ് വേണ്ടത്, സ്വാമിയോട് ഇഷ്ടമാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി വില കൊടുത്ത് വാങ്ങാൻ ഒരിക്കലും കിട്ടില്ല ഈ സാധനത്തിന്. എവിടുന്നും ആർക്കും കൊടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ വഴിയിൽ. ഇനിയിപ്പോൾ ഈ വിഷയം എന്നല്ല, ഏത് വിഷയത്തിലും നമുക്ക് പഠിക്കാൻ ഗുരു വേണം. ഒരു ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ നമുക്ക് ഗുരു വേണ്ടേ? ഒരാൾ പഠിപ്പിച്ച് തരട്ടെ നമുക്ക്. അതിൻ്റെ ഗുണദോഷങ്ങൾ അറിഞ്ഞ്, ഇന്നത് ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ ഇന്ന് സംഭവിക്കും, ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ വണ്ടി ഓഫാവും എന്നൊക്കെ ഗുരു പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നില്ല. അതേപോലെ ഈ മന്ത്രം ജപിക്കുമ്പോഴും സേവ എടുക്കുമ്പോഴും ഒരു ഉപാസന ചെയ്യുമ്പോഴും എന്തോ ആയിക്കോട്ടെ, അത് ചെയ്യുമ്പോൾ ഒരു ഗുരുവിൻ്റെ ഉപദേശം വേണം. അതിൽ പയറ്റി തെളിഞ്ഞ ഒരു ഗുരു വേണം. കാരണം പ്രത്യേകിച്ച് അതിൽ പയറ്റി തെളിഞ്ഞ ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്നും ഒരു ദീക്ഷ വാങ്ങി ആണ് നിങ്ങൾ ജപിക്കേണ്ടത്. നമ്മൾ ആരായിക്കോട്ടെ അങ്ങനെ ജപിക്കണം. പക്ഷെ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇപ്പൊ എവിടെയാ ഗുരു എന്ന്? ഗുരു എവിടെ? അങ്ങനെ ഒരു ഗുരുവിനെ എവിടെ കിട്ടാനുള്ളത് എന്ന് ചോദിക്കും. അങ്ങനെ നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു മന്ത്രം ജപിക്കണം എന്നുണ്ടെങ്കിൽ, അത് ചാത്തന്റെ മന്ത്രം ആയിക്കോട്ടെ, ചാത്തന്മാരുടെ മന്ത്രം ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രകൃതി ഒരു വഴിയൊരുക്കും. നിങ്ങളെ ഒരു ഗുരു തേടിയെത്തുകയോ അല്ലെങ്കിൽ ഗുരുവിനെ നിങ്ങൾ തേടിയെത്തുകയോ ചെയ്യും.
പക്ഷെ നിങ്ങൾ പോകുന്ന ഗുരുക്കന്മാർ, നിങ്ങൾ പോയിട്ട് ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ഗുരുക്കന്മാരുണ്ടാവും, നിങ്ങളതിന് പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ അറിയപ്പെടാത്ത കുറെ ആൾക്കാർ ഗുരുക്കന്മാരുണ്ടാവും. ഈ മാന്ത്രികപരമായിട്ടൊക്കെ നല്ല കഴിവുള്ളവർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അവരെ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ആൾക്കാരെ മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ ഗുരുവിന് പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ ഗുരുവിനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താ, അയാൾ കുറേ രുദ്രാക്ഷമാലയൊക്കെ കഴുത്തിലിട്ട് ഒരു കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് അല്ലെങ്കിൽ ചുവന്ന മുണ്ട കൊടുത്ത് കുറേ കുറിയൊക്കെ വാരി തേച്ച് ഇട്ടുള്ള ഒരാളെയാണ് നമ്മുടെ ഗുരു എന്നുള്ള സങ്കല്പത്തിൽ വരുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അങ്ങനെയൊന്നും ആയാൽ ഗുരു ആവണമെന്നൊന്നുമില്ല. ഗുരു ചിലപ്പോൾ ഒരു ഗുരു അങ്ങനെയൊന്നും കാട്ടും ചെയ്യില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആഡംബരങ്ങൾ കാട്ടി നടക്കുന്ന ആൾക്കാരൊന്നല്ല യഥാർത്ഥ ഗുരുക്കന്മാർ. യഥാർത്ഥ ഗുരുക്കന്മാർ അങ്ങനെ പുറത്തേക്ക് വരില്ല. ഞാനൊരു ഗുരുവാണ്, എനിക്ക് ഇങ്ങനെ സിദ്ധി ഉണ്ടെന്നോ ഒന്നും പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരെ നമ്മൾ തേടി കണ്ടെത്തുക തന്നെ വേണം. നമുക്ക് അത് നേരത്തെ പറഞ്ഞത്, നമുക്ക് ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് സ്വാമീനെ അല്ലെങ്കിൽ വിഷ്ണുവായ ചാത്തൻ സ്വാമീനെ നമുക്ക് സേവിക്കണോ, അല്ലെങ്കിൽ നമുക്ക് ഉപാസിക്കണോ, അല്ലെങ്കിൽ ആരാധിക്കണോ, എന്തോ ആയിക്കോട്ടെ. നമുക്ക് അങ്ങനെ സാധാരണ ഒരു ആരാധകന് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചാത്തൻ സ്വാമിയുടെ അമ്പലത്തിൽ പോവാം, ക്ഷേത്രങ്ങളിലൊക്കെ പോവാം, തൊഴുക, നമുക്ക് അദ്ദേഹത്തെ പ്രാർത്ഥിക്കാം, നമുക്ക് വഴിപാടുകൾ സമർപ്പിക്കാം, ഇതെല്ലാം ആവാം. നിങ്ങൾ ഒരിക്കലും മൂലമന്ത്രം ജപിക്കരുത്. മൂലമന്ത്രത്തിനാണ് സ്വാമിയുടെ ധ്യാനത്തോട് കൂടിയിട്ടുള്ള മൂലമന്ത്രം ജപിക്കാനാണ് ഗുരുപദേശം വേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊഴുന്നതിനോ അല്ലെങ്കിൽ അവിടെ അമ്പലത്തിൽ പോയിട്ട് സ്വാമിയുടെ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് സമർപ്പിക്കുന്നതിനോ ഒന്നും തടസ്സമില്ല. പ്രധാനപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉണ്ട്. എവിടെ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, വഴിപാട് സമർപ്പിക്കാം. അതുകൊണ്ടൊന്നും ദോഷമില്ല, സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും. പക്ഷെ സ്വാമീനെ ശരിക്കും ഒരു ആരാധന നടത്തണം, അല്ലെങ്കിൽ ഒരു ഉപാസിക്കണം, അല്ലെങ്കിൽ സേവ നടത്തണം. ഒരു മണ്ഡലകാലോ അല്ലെങ്കിൽ 2 മണ്ഡലകാലോ 3 മണ്ഡലകാലോ ഒക്കെ സേവിക്കാം. പക്ഷെ ഇവിടെ ഒരു യഥാർത്ഥ ഗുരുവിന്റെ ഉപദേശം വേണം. ഒരു ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ച് ആ ഗുരുവിന്റെ മേൽനോട്ടത്തിലായിരിക്കണം അദ്ദേഹം ഒരു മണ്ഡലം പൂർത്തീകരിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തായിരിക്കും, അപകടങ്ങൾ വരും, നമ്മുടെ മൈൻഡ് മാറും. അതാണ് നേരത്തെ പറഞ്ഞത്, ഇതിൽ പ്രാവീണ്യം നേടിയ ഒരു ഗുരു തന്നെ ആയിരിക്കണം. ഒരു സേവ, ഒരുപാട് സേവ എടുത്തില്ലെങ്കിൽ ഒരു മന്ത്രം സിദ്ധി വന്ന ആൾക്ക് ഏത് മന്ത്രം ഉപദേശിക്കാന്നുള്ളത് തന്നെ. അപ്പോൾ ഒരു മന്ത്രം സിദ്ധി വന്ന ഒരു ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം ഈ മന്ത്രം. അദ്ദേഹം പറയുന്ന മാതിരി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വാമിനെ മുന്നിൽ തന്നെ കാണാൻ കഴിയും. നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും സ്വാമി. നിങ്ങൾ പറയുന്നിടത്തെത്തും, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഭഗവാൻ എത്തും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടക്കും. നിങ്ങൾ എന്ത് പറഞ്ഞോ അത് അച്ചട്ടായിരിക്കും. പക്ഷെ അതാണ് ഇവിടെ പറഞ്ഞത്, അവിടെ ഗുരുവിനെ മറക്കരുത്. ഗുരു എപ്പോഴും എല്ലാ വിഷയത്തിലും ഗുരു മുന്നിൽ തന്നെയാണ്. ഗുരുവിലൂടെ നമുക്ക് ആ വഴിക്ക് എത്താൻ പറ്റുള്ളൂ. അതും യഥാർത്ഥ ഗുരുവിലൂടെ സ്വാമിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ സ്വാമിയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഗുരു വേണം. അത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റിയ ഒരു കാര്യമല്ല. ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു വീഡിയോയിലൂടെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തവരുണ്ട്, ധാരാളം അറിയുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടല്ല, അവർ ഇതിനെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളുണ്ട്. കാരണം അറിയാത്തവർക്കാണ് ഇതിനെ കുറിച്ചിട്ട് യാതൊരു അറിവില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ചാത്തനെ സേവിക്കണം എന്നോ ചാത്തനെ ഉപാസിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് എൻ്റെ വഴി അറിയുന്നില്ല. ഞാൻ ഏത് വഴി കൂടെ പോകണം, ഏത് വഴി കൂടെ പോയാലാണ് എനിക്ക് അവിടെ എത്താൻ പറ്റുക എന്ന് എനിക്കറിയുന്നില്ല. അപ്പൊ ഞാൻ കണ്ട മന്ത്രങ്ങൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, പലവരും കൊടുത്ത മന്ത്രങ്ങളായിക്കോട്ടെ, അതൊക്കെ എടുത്ത് ഞാൻ ജപിക്കാൻ തുടങ്ങും. ഒരു 10 ദിവസം ജപിക്കും, ഒരു 14 ദിവസം ജപിക്കും, അല്ലെങ്കിൽ ഒരു 20 ദിവസം ജപിക്കും, അല്ലെങ്കിൽ 2 മാസം ജപിക്കും, 3 മാസം ജപിക്കും. ഒരു ഫലം ഇല്ലല്ലോ. ഇത് അടുത്ത മന്ത്രം നോക്കാം. അപ്പൊ അടുത്ത മന്ത്രം ജപിക്കാൻ തുടങ്ങും. പിന്നെ അടുത്ത് കിട്ടിയാൽ അപ്പൊ അല്ലെങ്കിൽ അതും ഫലം ചെല്ലും. ഒരു കൊല്ലൊക്കെ അതിന് വേണ്ടി മെനക്കൊടും. ഇതൊരു ഫലം ചെല്ലും, പോരാ മന്ത്രം, ഇനി അടുത്തേക്ക് മന്ത്രം തെരഞ്ഞു നോക്കണം. ഇത് എന്തുകൊണ്ടാവണില്ല? അത് ഗുരുവിന്റെ ഉപദേശം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഗുരു ജപിച്ച സിദ്ധി വന്ന മന്ത്രമാണെങ്കിൽ അദ്ദേഹം അത് തരുമ്പോൾ, അതായത് ഒരു വിളക്ക് കത്തിച്ച് ഒരു വിളക്കിൽ നിന്നാണ് മറ്റൊരു വിളക്കിലേക്ക് നമ്മൾ തീ പകരുന്നത്.
കാരണം ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൽ നിന്നാണ് നമ്മൾ ഒരു തിരി കത്തിച്ച് ഈ വിളക്കിലേക്ക് കത്തിക്കുന്നത്. അതാണ് ഗുരു. ഗുരുവിൽ നിന്നും നമ്മൾ ഒരു തീനാളം നമുക്ക് ഗുരു തരികയാണ്. അതിനെ ഊതിപ്പെരുപ്പിച്ച് കത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ വരുമ്പോൾ അത് കത്തും, നന്നായി കത്തും, നമ്മുടെ ആവശ്യത്തിന് കത്തും. മറ്റ് കത്തില്ല. മറ്റേ കത്തുക എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. മാത്രമല്ല, കത്താണ്ടിരുന്നിട്ട് നമുക്ക് ദോഷമില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ തിരിച്ച് ദോഷങ്ങളും വരാൻ തുടങ്ങും. കാരണം തമോ ഗുണമൂർത്തികളാണ് ശാക്തന്മാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ അതിനെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കും. കാരണം ഇവരൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ വഴി കൂടെ പോയിട്ടില്ലെങ്കിൽ ഇവർ നമുക്ക് തിരിച്ചടികൾ തരാൻ തുടങ്ങും. നല്ല വഴിയല്ല നമ്മൾ ഏത് ചാത്തന്നല്ല ഏത് മൂർത്തിനെ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിൻകാലത്ത് നമുക്ക് തിരിച്ചടികൾ വന്നുകൊണ്ടേയിരിക്കും. യഥാർത്ഥ വഴി കൂടെ പോകാൻ വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ സേവകളും നമ്മുടെ ഒരു പ്രകൃതി ശക്തിയാണ്. അതിനെ നമ്മൾ സ്നേഹത്തോടെ വിളിച്ചെങ്കിൽ മാത്രമേ അത് നമ്മളൊപ്പം വരുള്ളൂ. വന്ന് നമ്മൾ പറയുന്ന മാതിരി പ്രവർത്തിക്കാനൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ ഗുരുവിൻ്റെ ഉപദേശം തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പിൻകാലത്ത് തിരിച്ചടികളായിട്ട് വരും. കാരണം ഒരിക്കലും ഗുണം ചെയ്യില്ല, ദോഷം വന്നുകൊണ്ടേയിരിക്കും ദിനം പ്രതി. നിങ്ങളെ ഏത് വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ആയിക്കോട്ടെ, അവർ ബിസിനസ്സൊക്കെ ഒറ്റയടിക്ക് തകർന്നു പോകുന്നത് കാണാം. ചാത്തനോട് കളിച്ചാൽ കളി പഠിപ്പിക്കും ചാത്തൻ. അപ്പോൾ ഒരിക്കലും ചാത്തനോട് കളിക്കരുത്. നല്ല രീതിയിൽ മാത്രം ചാത്തസ്വാമിയെ ഉപയോഗിക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഒരിക്കൽ അദ്ദേഹം നമ്മളോടൊപ്പം വന്ന് അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടായാൽ ഈ പറയുന്ന നേരത്തെ നിങ്ങൾ പറഞ്ഞ ധനം കുമിഞ്ഞു കൂടുന്നൊക്കെ പറഞ്ഞില്ലേ, ഇതെല്ലാം വരും. യഥാർത്ഥ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് ധനം കുമിഞ്ഞു കൂടും. എല്ലാം തരും സ്വാമി. ധനം മാത്രമല്ല, എന്ത് നമ്മൾ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം നമുക്ക് നൽകും. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഭഗവാൻ ഒന്നും ചോദിക്കാതെ തന്നെ നമുക്ക് എല്ലാം നൽകിക്കൊണ്ടിരിക്കും. കോടാനുകോടികളുടെ സ്വത്ത് നൽകും ഭഗവാൻ. പക്ഷേ ഇതൊക്കെ ആ ഒരു ബാലൻസിൽ പോകണം. ഇംബാലൻസ് വന്നാൽ തകർത്ത് തരിപ്പണാക്കും, ഭസ്മമാക്കി കളയും. നമ്മളെ തന്നതും അതിനോടൊപ്പം തന്നെ ഉള്ളതും കൂടി മുമ്പിൽ കൊണ്ടുപോകും. അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾ ഇവിടെ വീഡിയോയിൽ പറയാനുള്ള ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ വീഡിയോ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കുക. അത് നല്ലൊരു ഗുരുവിനെ കണ്ടെത്തുക. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഗുരുക്കന്മാരുണ്ടാവും. നിങ്ങൾ പുറം തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കഴിവുള്ള ഗുരുക്കന്മാർ നിങ്ങളുടെ നാട്ടിലുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ആത്മാർത്ഥമായിട്ട് സ്വാമിയെ സേവിക്കാനോ ഉപാസിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ തന്നെ അതിന് വഴിയൊരുക്കി തരും. അതിനുള്ള ഗുരുവിനെ ഭഗവാൻ തന്നെ കാണിച്ചു തരും. അല്ലെങ്കിൽ ഗുരു നമ്മളെ തേടിയെത്തും. എങ്ങനെയെങ്കിലും ഏതെങ്കിലും കാരണവശാലും കണ്ടെത്തും നമ്മളതിനെ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു മന്ത്രം എടുത്ത് ജപിക്കരുത് എന്നൊരു അഭിപ്രായം പറയാനുണ്ട് കേട്ടോ. അപ്പം അത് ഒരു വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറയല്ല, പറഞ്ഞ് തീരാത്ത കുറേ വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദോഷങ്ങൾ ഉണ്ടാക്കിയാണ് നമ്മൾ പറയുന്നത് ഒരു മുന്നിൽ ഗുരു വേണമെന്ന്. അതിൻ്റെ പ്രായമോ വലുപ്പോ ചെറുപ്പമൊന്നും നോക്കാതെ നല്ലൊരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ള മാർഗം മാത്രമേ ഇതിനുള്ളൂ വഴി. വേറെ വഴിയില്ല. അതിന് നേരത്തെ പറഞ്ഞ മാതിരി ചതികളിലോ വഞ്ചനകളിലോ ഒന്നും ചെന്ന് ചാടാൻ പാടില്ല. ഞാൻ ഇത്ര പൈസ തന്നാൽ എനിക്ക് ചാത്തനെ ഉപദേശിച്ച് തരാം, അല്ലെങ്കിൽ ചാത്തൻ്റെ മന്ത്രം തരാം, അല്ലെങ്കിൽ ചാത്തൻ്റെ സേവ തരാം എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയി പണം ആർക്കും കൊടുക്കരുത്. ചതികളിൽ ചാടരുത്. അപകടങ്ങൾ വാങ്ങിച്ചു വരുത്തരുത്. വിളിച്ചു വരുത്തരുത് അപകടങ്ങൾ. നമുക്ക് ഒരു സമയത്ത് നമ്മുടെ ദോഷങ്ങളുള്ള സമയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. മനുഷ്യന് നന്മയും തിന്മയായ സമയങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. പല സമയങ്ങളിലും നല്ലതും ചീത്തയും വന്നുകൊണ്ടിരിക്കും. അത് പ്രകൃതി നിയമമാണ്. അല്ലാതെ നമ്മൾ ഒരു വഴിയിൽ പോകുന്ന അപകടം വിളിച്ചു വരുത്തി വാങ്ങിക്കരുത് എന്ന് ചോദിക്കുന്ന ഗുരു ചിലപ്പോൾ അദ്ദേഹം തന്നോളണമെന്നൊന്നുമില്ല. അദ്ദേഹത്തിന് ഉപദേശം ഉണ്ടാവില്ല കൊടുക്കണം മറ്റൊരാൾക്ക്. അദ്ദേഹത്തിന് ശിഷ്യന്മാർക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഉപദേശം ഉണ്ടാവുകയുള്ളൂ. ചിലവർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ശിഷ്യനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ ജനുവിനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിരസിക്കില്ല ഗുരുക്കന്മാർ. മുട്ടുവിൻ തുറക്കപ്പെടും. തീർച്ചയായിട്ടും ഒരു ഗുരു നിങ്ങളെ തേടിയെത്തും, അല്ലെങ്കിൽ നിങ്ങൾ തേടിയെത്തും. ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. ഭഗവാനെ സേവിക്കാനാവട്ടെ. അതിനുള്ള വഴികളും നല്ല വഴികളോടെ പോവുക. നല്ല വഴികളോടെ പോകുമ്പോൾ ഭഗവാൻ അതിനുള്ള അനുഗ്രഹം നമുക്ക് തരും. ഭഗവാന്റെ ഭാഗത്തുനിന്ന് എല്ലാ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവും. അതിനുള്ള വഴി ഭഗവാൻ കാണിച്ചു തരും.
ഒരു ഗുരുവിനെ തേടി എത്താനുള്ള ഒരു മുഖാന്തരം മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഗുണമുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം. അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം അങ്ങനെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ എനിക്കതിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. എന്തെങ്കിലും ചെറിയ വീഡിയോ ആണ്, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, തെറ്റുകളൊക്കെ തിരുത്താൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.